ഞാൻ ആഗ്രഹിച്ച ഒരു സീറ്റും എനിക്ക് കിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. കുഞ്ഞുനാള് തൊട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അച്ഛനാവാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു തോട്ടാണോ? എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഒരു 12 മണിക്കൂർ ഇരുന്ന് പഠിക്കുമായിരുന്നു. കാര്യം ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പം ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ വന്ന് എന്തിനാടാ ചക്കരെ അച്ഛൻ വട്ടത്തിന് പോയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അച്ഛനെ പോയി കണ്ടപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് തോൽവിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. ബൈപ്പാസ് ചെയ്താൽ ഏകദേശം 2 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ പാഷനാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. പുള്ളി എന്നെ നേരെ കൊണ്ടുപോയത് അവിടുത്തെ ഒരു പീഡിയാട്രിക് സർജനെ വിളിച്ചു, നേരെ എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. കാര്യം എൻ്റെ ലിവർ മുറിഞ്ഞു പോയായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ക്രിസ്ത്യാനിറ്റിയിലായാലും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു ലൈഫാണ് പൗരോഹിത്യ ജീവിതം. അന്ന് തൊട്ട് ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് സർജൻ ആവണം, എൻ്റെ പാഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. മെഡിസിൻ ആഗ്രഹിച്ച് മെഡിസിൻ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ നിഷേധിക്കാൻ പറ്റില്ല. പുരോഹിതനാകുക എന്നുള്ളത് വലിയ ചലഞ്ചുള്ള കാലഘട്ടം തന്നെയാണിത്, പല കാരണങ്ങളാൽ. ശരിയാണ്, പുരോഹിതരെ ഒരുപാട് പേര് കല്ലെറിയുന്നു, സന്യാസത്തിനെ ഒരുപാട് പേര് കല്ലെറിയുന്നതിൻ്റെ ഒരു കാരണം ഇന്നും പൗരോഹിത്യത്തിനും സന്യാസ ജീവിതത്തിനും വിലയുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ എത്തുന്നത്. പ്രീച്ച് ചെയ്യണം, അതായത് ദൈവവചനം പ്രഘോഷിക്കണം. മെഡിക്കോ ടേൺസ് ടു IPS അല്ലെങ്കിൽ മെഡിക്കോ ടേൺസ് ടു IAS എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. മെഡിക്കോ ടേൺസ് ടു IHS, ഇൻ ഹിസ് സർവീസ്, ഇൻ ജീസസ് സർവീസ്. അതെ, തികച്ചും ഇൻസ്പിറേഷൻ ആകുന്ന ഈ ഒരു തലമുറയിൽ, നമ്മുടെ ഈ ഒരു യുവ ജനറേഷനിൽ തികച്ചും ഇൻസ്പിറേഷൻ ആകാവുന്ന ഒരു യുവ വൈദികനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഫാദർ ജോസ് തയ്യിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, സാധാരണ ഈ 10 അല്ലെങ്കിൽ +2 കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് സെമിനാരിയിൽ ഡയറക്റ്റ് ചേർന്ന് അത് കഴിഞ്ഞിട്ട് MBBS പഠനത്തിനൊക്കെ പോകുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ 5 വർഷത്തെ നീണ്ട MBBS കോഴ്സിന് ശേഷം ഒരു ദൈവിക സമർപ്പണത്തിന് പോകുക എന്നുള്ളത് തികച്ചൊരു വെറൈറ്റി ആണല്ലേ. അപ്പം ആ ഒരു സ്പാർക്ക് അച്ഛന് കുഞ്ഞുനാൾ തൊട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അച്ഛനാവാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നൊരു തോട്ടാണോ? കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ ഒരു സ്പാർക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു. അത് 5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്, ഡോക്ടർ ആകണമെന്ന്. പിന്നീട് ഒരു ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഒരു ചിന്ത വന്നതെന്ന് അച്ഛനാവാൻ പോയ കാര്യം. ആരൊക്കെ പ്രസംഗിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു, പ്രസംഗിക്കുന്ന കാണുമ്പോൾ അതുപോലെ ഒന്ന് പ്രസംഗിക്കണമെന്നൊരാഗ്രഹം. പിന്നെ ഈ ഉടുപ്പിട്ടൊക്കെ കാണുമ്പോൾ ഒരു രസമാണല്ലോ, കാണാനൊരു രസം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു, ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഒരു കുർബാന അർപ്പിക്കണം, ഇങ്ങനെ അച്ഛന്മാർ നിൽക്കുന്ന പോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കാം, ചിലപ്പോൾ അച്ഛന്മാർ തന്നെ അച്ഛന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാം. ഒരിക്കൽ അച്ഛൻ ഒരു കഥ പറയുന്നത് ഞാൻ കേട്ടതാണ്. ആ കഥ ഇപ്രകാരമായിരുന്നു. ഒരു ഗൃഹനാഥൻ പറഞ്ഞൊരു കഥയാണ്. ആ ഗൃഹനാഥൻ പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ മോൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവന് വീട്ടിലെല്ലാവരും ഭയങ്കരമായിട്ട് ശുശ്രൂഷിക്കും. അപ്പോൾ ആർക്കെങ്കിലും അസുഖമൊക്കെ വന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ സഹായം ചെയ്യും. അപ്പോൾ അവനൊരു ഡോക്ടറാവും. ഇപ്പോൾ 2ാമത്തെ ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാം അഴിച്ചു പണിയുന്നൊരു സ്വഭാവമാണ്. അവനൊരു ടോയ് കൊടുത്താൽ ആ ടോയ് ഉടനെ അഴിച്ചു പണിയും, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ ആക്കി വെക്കും. അപ്പോൾ അവനൊരു എൻജിനീയർ ആവും. 3ാമത്തെ മകൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൻ ഏത് നേരം ഉറക്കമാണ്. അപ്പോൾ അവൻ ഏത് നേരം ഉറക്കമായതുകൊണ്ട് അവൻ അച്ഛനാവാൻ പോകും. അപ്പോൾ ഈ മടിയന്മാർക്കുള്ളൊരു പണിയാണ് അച്ഛൻ എന്നൊരു ചിന്ത ഇങ്ങനെ ചില കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നിലനിന്നിരുന്നു. അപ്പോൾ ആ കഥ എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആദ്യമേ എൻ്റെ വലിയൊരു ആഗ്രഹം ഡോക്ടർ ആവണമെന്ന് തന്നെയാണ്. എന്നാൽ അത് നേടിയിട്ട് ദൈവം ആഗ്രഹിക്കുമെങ്കിൽ അച്ഛനാവാം. അപ്പം ഒരു കഴിവില്ലാത്തവനല്ല അച്ഛനാവുന്നത്, പഠിച്ചാലും അച്ഛനാകാൻ പറ്റുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനാവണം എന്നുള്ള ആഗ്രഹം ഞാൻ അങ്ങനെ ആരോടും പങ്കുവച്ചിട്ടുമില്ല, അതങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നവരാണ്. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അത്രയേറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നൊരു ഫീൽഡാണ്. 5 ഇയേഴ്സോളം MBBS കോഴ്സ് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു തിരമാല തന്നെയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. എന്നിട്ടും അച്ഛൻ ഈ ഒരു ദൈവിക സമർപ്പണത്തിന് പോയപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിലായാലും റിലേറ്റീവ്സിനായാലും ഫ്രണ്ട്സിനായാലും പല പല അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഫേസ് ചെയ്തത്? അതായത് ആ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് അച്ഛൻ അഭിമുഖീകരിച്ചത്? എൻ്റെ മെഡിക്കൽ കാലഘട്ടത്തിൽ ഞാൻ ജീസസ് യൂത്തുമായി വളരെ അസോസിയേറ്റഡ് ആയി പോയിരുന്ന വ്യക്തിയാണ്. അപ്പം ജീസസ് യൂത്ത് ലൈഫ് സ്റ്റൈൽ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീസസ് യൂത്ത് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, കർത്താവിനോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കുക. അപ്പം അതെന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. പിന്നെ അപ്പം ഈ മെഡിക്കൽ കാലഘട്ടത്തിലും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഓക്കെ അച്ഛനാകാൻ പോകണമോ വേണ്ടയോ. പക്ഷേ കൃത്യമായിട്ട് ഞാൻ കർത്താവിനോട് തന്നെ പറയുമായിരുന്നു, എനിക്കതിനുള്ള സൈൻ എല്ലാം വേണം,
വെറുതെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കർത്താവ് ആ സൈനൊക്കെ എനിക്ക് തരുമായിരുന്നു. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരുപാട് ഒപ്പോസിഷൻസ് അവിടുന്നും ഇവിടുന്നും എല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൺവിൻസ് ചെയ്യാൻ പറ്റത്തുമില്ല. ആദ്യമേ എതിർപ്പുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇത്രയും പഠിച്ചു, ഇനി നിൻ്റെ മുമ്പിൽ ഒരു PG എടുക്കുക, അപ്പം ഒരു വളരെ മനോഹരമായ ഒരു ഫ്യൂച്ചർ മുന്നിൽ നിൽക്കുന്നു. മാത്രമല്ല എൻ്റെ പേരൻസ് ചിന്തിക്കുന്നതും കാര്യം എൻ്റെ കുടുംബത്തിലെ ആകെ ഒരു ഡോക്ടർ ഞാനാണ്. ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെയല്ല പുറത്താണ് താനും. അപ്പം എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയുടെ കുടുംബത്തിലാണെങ്കിലും ഈ ജനറേഷനിൽ ഡോക്ടർ എന്ന് പറയുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ എൻ്റെ പേരൻസിനും അവർക്ക് അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞ് അവരെയൊക്കെ നോക്കുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവർക്കുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ അത് പറഞ്ഞപ്പം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്കൊരസുഖം വരുമ്പോൾ ഞങ്ങളെ നോക്കാനാണ് ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചത്, നീ ഞങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ ഞങ്ങളെ ആര് നോക്കുമെന്നൊരു ചോദ്യം എൻ്റെ മുമ്പിലും അവരെൻ്റെ മുമ്പിൽ വെച്ചൊരു ചോദ്യമാണത്. പക്ഷേ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പം എൻ്റെ മനസ്സിൽ ഉയർന്ന ഒരു കാര്യം, എന്തോ ഒരു ധൈര്യം എനിക്ക് എവിടുന്നോ വന്നു, അത് ദൈവം കാത്തുകൊള്ളും. പിന്നെ ആവശ്യ നേരത്തെ ഞാൻ ഉണ്ടാകുമെന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും രണ്ട് രീതിയിൽ മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ എതിർത്ത ഫ്രണ്ട്സും ഉണ്ട്. അതെങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ അന്ന് ദൈവം എവിടുന്നോ ഒരു ധൈര്യം തന്നു നേരിടാൻ. അവർക്കൊന്നും ഞാൻ കൃത്യമായി ഉത്തരവൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, പക്ഷേ ദൈവം എനിക്കൊരു ധൈര്യം തന്നു ഇറങ്ങി പുറപ്പെടാൻ. അച്ഛൻ്റെ സെമിനാരി കാലഘട്ടത്തിലെ ജീവിതം ഒന്ന് പറയാമോ? അതായത് അവിടുത്തെ സെമിനാരിയൻസ് അച്ഛൻ്റെ അടുത്താണ് അസുഖമൊക്കെ വരുമ്പോൾ കൺസൾട്ട് ചെയ്യാറ്, അച്ഛനാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഈ സെമിനാരി ജീവിതമായിരിക്കും അല്ലെങ്കിൽ അച്ഛനാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നീ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം പഠിച്ച സാധനം നീ മറന്നു പോകും എന്നുള്ളതായിരുന്നു ആദ്യം എല്ലാവരും പറഞ്ഞത്. നിൻ്റെ ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്നത് കംപ്ലീറ്റ്ലി നിന്നിൽ നിന്ന് വിട്ടുപോകും. ആ ഒരു ആശങ്ക എനിക്കും ചെറുതായിട്ടുണ്ടായിരുന്നു. കാര്യം മെഡിക്കൽ എന്നുള്ളത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് സെമിനാരി ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, സെമിനാരിയിലെ കുട്ടികൾ വരുന്നു. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ ആന്ധ്രയിലായിരുന്നു. അപ്പം ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊക്കെ അസുഖങ്ങൾ വരുന്നു. അത് പിന്നീട് ഓരോ വർഷം നമുക്കറിയാം സെമിനാരിയിൽ പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ അസുഖം വരുമ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ആദ്യമേ കാര്യം ഒരു അസുഖം വരുമ്പോൾ എല്ലാവരും ആദ്യം ആവശ്യപ്പെടുന്ന ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ആ ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ആശ്വാസം അത് നമ്മളും അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഞാനും പഠിച്ചിരുന്ന കാലത്ത്, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഡോക്ടറെ കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം. അപ്പം അങ്ങനെ എൻ്റെ ഈ മെഡിക്കൽ പ്രൊഫഷൻ ലൈവായിട്ട് നിർത്താൻ ദൈവം തന്നൊരു വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ, സെമിനാരിയിലുള്ള എല്ലാവരെയും ചികിത്സിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം എന്തായാലും എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു അഭിമാനമായിട്ട് ഞാൻ കണ്ടായിരുന്നു. ഈവൻ ഇപ്പം എനിക്കറിയാം, ഇപ്പം ഡെങ്കിപ്പനി വരുന്നു. അപ്പം ചില കാലഘട്ടങ്ങളിൽ അതായിരിക്കും കൂടുതൽ, ചില കാലഘട്ടങ്ങളിൽ വൈറൽ ഫീവർ ആയിരിക്കും കൂടുതൽ, ചില കാലഘട്ടങ്ങളിൽ ചിലർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കൊറോണ വന്ന സമയത്ത് ഞാനിവിടെ മംഗളപ്പുഴ സെമിനാരി വിദ്യാഭവനിലായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇപ്പം ഈവൻ ഡെങ്കിപ്പനി വന്നപ്പം ഞാൻ സെമിനാരിയിൽ കിടത്തി തന്നെ അവരെ ചികിത്സിച്ചു. അപ്പം ട്രിപ്പ് ഇടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് സാധിച്ചു. അപ്പോൾ അത് എൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ ഞാൻ കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പം അത് വലിയൊരു അനുഭവമായിരുന്നു. പിള്ളേർക്കും വളരെ സന്തോഷമായിരുന്നു. പിന്നെ മൈനസ് സെമിനാരിയിലായിരുന്നപ്പോൾ അവർക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം അസുഖം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സമയം. അത് ഞാനായിട്ട് കളഞ്ഞു എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അവർക്ക് തുടക്കത്തിൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ മാറുമ്പം അവർക്ക് പുറത്തു പോയി ചെയ്യുന്നേക്കാളും സന്തോഷമൊക്കെ അകത്ത് നമുക്കൊരാളുണ്ട്. ഇപ്പം രാത്രി 1 മണിക്ക് ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ ഓടി വന്ന് കാണാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു. അപ്പം ഈ ഒരു കാര്യം ഒഴിച്ച്, അതായത് പുറത്തു പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും ജൂനിയേഴ്സ് പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. കാര്യം ഫസ്റ്റ് ഇയറിലാണ് അത് കൂടുതൽ വരത്തുള്ളൂ. പിന്നീട് ഞാൻ നെഗോഷിയേറ്റിൽ പോയി. പിന്നെ മേജർ സെമിനാരി എന്ന് പറയുമ്പോൾ നമുക്ക് ആഴ്ചയിലൊക്കെ പുറത്തു പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം നമുക്ക് അങ്ങനെ എപ്പോഴും പുറത്തു പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കാം ഒന്ന് പുറത്തു പോകാൻ സമ്മതിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരവസരമാണ് അസുഖം വരുമ്പോൾ പുറത്തു പോവുക. പക്ഷേ ഈ അസുഖം വരുമ്പോൾ ഞാനുള്ളത് കൊണ്ട് റെക്ടർ പുറത്ത് വിടത്തില്ല. പിന്നെ ഞാൻ റീജൻസി ചെയ്തതും ഒരു സെമിനാരിയിലും അന്നും അവരുടെ ഒരു വിഷമം, ഞങ്ങൾക്കൊരു അസുഖം വരുമ്പോഴാണെന്ന് പുറത്തു പോകാൻ ചാൻസ് കിട്ടുന്നത്, അത് ബ്രദറായിട്ട് അത് കളയുകയാണല്ലോ എന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നാലും എല്ലാവർക്കും സന്തോഷമായിരുന്നു. എനിക്കും വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ ആളുകളുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ മെഡിസിൻ എന്ന് പറയുന്നത് അത്രയേറെ ഹെവി സിലബസ് ആണ് അല്ലേ? അപ്പം മെഡിക്കോസ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം പഠിക്കുക എന്നുള്ള ഒരു രീതിയിൽ, അപ്പോൾ ആ ഒരു ഡെയിലി റൂട്ടീനിൽ എങ്ങനെയാണ് സ്പിരിച്വലായിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആവുക? ഡെയിലി നമുക്ക് എന്തെങ്കിലും കർത്താവിനോടൊത്ത് നിൽക്കണമല്ലോ, ആ ഒരു സ്പിരിച്വൽ ടൈം അച്ഛൻ എങ്ങനെയാണ് നോക്കിയിരുന്നത്? മെഡിക്കോസ് എന്നുള്ളത് ഹെവി സിലബസ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ്. ഞാൻ ഒരിക്കലും ഒരു ഈവൻ ഞാൻ തന്നെ എല്ലാ ദിവസവും കുത്തിയിരുന്ന് വായിച്ച് പഠിക്കുക ഞാനും ചെയ്തിട്ടില്ല, എൻ്റെ കൂടെ ഉള്ളവരാരും ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. പിന്നീട് ഇത് പ്രാക്ടിക്കലായിട്ട് കുറേ എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നു, ആ ഒരു ഭാഗമാണ്. പക്ഷേ ഞാൻ ജീസസ് യൂത്തായിട്ട് വളരെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ ജീസസ് യൂത്ത് ഗ്രൂപ്പിൽ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു. അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാര്യം ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ആണ് എന്നെ സ്പിരിച്വൽ ലൈഫിൽ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തി. അപ്പോൾ ഈ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. അവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു 1-2 പേർക്ക് അറിയാമായിരുന്നു എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ടെന്ന്. അപ്പോൾ അവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ജീസസ് യൂത്ത് ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോകുന്നു, അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ലൈഫിൽ ഇങ്ങനെ നിലനിൽക്കാൻ സഹായിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ആഗ്രഹം ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇങ്ങനെ അച്ഛനാവണം. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ പല ആഗ്രഹങ്ങളും മനസ്സിൽ കടന്നു വരും. പലതും കാണുമ്പോൾ ഓക്കെ, ഒരു വിവാഹം കഴിക്കാനായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നുള്ള ചിന്തയൊക്കെ, അതൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം ഇങ്ങനെ എന്നെ കൊണ്ട് നടക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ശ്രമിച്ചിരുന്ന ഒരു കാര്യം, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ അന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയുണ്ട്. മലങ്കര ആയിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ചുരുക്കം കുറച്ച് ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തന്നെ ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ കുർബാന തുടക്കം എനിക്കതൊന്നും മനസ്സിലാവാറില്ലായിരുന്നു, കാരണം മലങ്കര കുർബാനയാണ്. അപ്പോൾ പക്ഷേ പിന്നീട് എന്നാലും ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പം ആ കുർബാന എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരിക്കലും ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ വിട്ടുപോയിട്ടില്ല. എന്തൊക്കെ ടെംപ്ടേഷൻസ് ഉണ്ടെങ്കിലും, എന്തൊക്കെ നമുക്ക് അട്രാക്ഷൻ വല്ലവരോടുമൊക്കെ തോന്നിയാലും ദൈവം എന്നെ പിടിച്ചു നിർത്തിയത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫ് അല്ലാതെ ഒരുപാട് പേഴ്സണൽ പ്രെയർ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് സ്പിരിച്വലായിട്ട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയും അല്ലായിരുന്നു. വളരെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാവരെയും പോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ കുർബാന എന്നെ ഒരുപാട് സഹായിച്ചിരുന്നു എന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവും. അച്ഛൻ, ഇനി ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊന്നും അറിയണം. അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊന്ന് പറയാമോ വിശേഷം? വീട്ടിൽ ചാച്ച, ഞാൻ ഫാദറിനെ ചാച്ച എന്ന് വിളിക്കുന്നത്. ചാച്ചയുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു ചേട്ടനാണ്. ഫാദർ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ സെമിനാരി കയറിയത്. അമ്മ ഹൗസ് വൈഫ്. ചേട്ടൻ IT പ്രൊഫഷണലാണ്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. ചേട്ടനും ചേച്ചിയും, അവർക്ക് 2 പിള്ളേർ. അവർ എല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ചേട്ടൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ സെമിനാരി കയറുന്നത്. അപ്പം 2 പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വിഷമമായ, അവരുടെ പേപ്പനായിരിക്കില്ലേ, ചിറ്റപ്പൻ അച്ഛനാവാൻ പോകുന്നു, ഇനി അധികം കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഞ്ഞു പിള്ളേരാണ്. മൂത്ത ആൾക്ക് 5 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സും. ഞാൻ സെമിനാരി കയറുമ്പോൾ പിള്ളേരായിട്ടില്ല. പിന്നെ പാരൻസിന് ഭയങ്കര എതിർപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു എതിർപ്പ് എത്ര നാളുണ്ടായിരുന്നു? കുറേ നാളുണ്ടായിരുന്നു അതോ? പാരൻസിന് എതിർപ്പ് എന്നുള്ളതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഏകദേശം 6-7-8 മാസം കഴിഞ്ഞു. അപ്പം എൻ്റെ പഠിത്തവും കഴിഞ്ഞു, ഇനി ഞാൻ PG പഠിക്കുക എന്നൊരു ചിന്ത. അപ്പം PG എൻട്രൻസ് ഞാൻ എഴുതിയെല്ലാം കഴിഞ്ഞു. അപ്പം അവരുടെ ഒരു പ്രതീക്ഷ PGക്ക് പോകുന്നു. പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിയുമ്പോൾ നാച്ചുറലി ഇനി ഞാനാണല്ലോ അടുത്ത കാൻഡിഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു വിവാഹം ആലോചിക്കുക എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലും. ഒരു അൺഒഫീഷ്യലായിട്ട് എവിടെയൊക്കെ ആലോചിച്ചിട്ടുമുണ്ട്. മാട്രിമോണിയിൽ ഇടുക അങ്ങനെയൊന്നുമല്ല, ആരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരും സ്വപ്നം കാണാൻ തുടങ്ങി, എൻ്റെ ഒരു വിവാഹം എന്നൊരു രീതിയിലെല്ലാം. അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഞാൻ അവരോട് പറയുന്നത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം തുടക്കത്തിൽ നിന്നല്ല, പെട്ടെന്ന് അത് കേട്ടപ്പം അവർക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അമ്മയായിരുന്നു ഒരുപാട് എതിർപ്പ്. ചാച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. ആ പ്രകടിപ്പിക്കുന്നത് സൈലൻ്റ് ആവുക എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അമ്മ തുറന്നത് പ്രകടിപ്പിക്കും. അപ്പം അമ്മ തുറന്ന് പ്രകടിപ്പിച്ചത് പോകണ്ട എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ചാച്ച എന്നോട് ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞില്ല. കാര്യം അത് പറയാനൊരു പേടി എന്തോ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ നന്നായി കരച്ചിലായിരുന്നു ഏകദേശം. കാര്യം ഞാൻ സെമിനാരി കയറിയപ്പോൾ ആദ്യത്തെ വർഷം ആന്ധ്രയിലായിരുന്നു. അപ്പോൾ ഞാൻ അവരിൽ നിന്നും ഒരുപാട് അകലെ പോയി. അവർക്ക് എന്നെ കാണാനും പറ്റില്ല, ഒന്നും പറ്റില്ല.
അപ്പോൾ അത് അവരെ ഒരുപാട് വിഷമിപ്പിച്ചു. ഒന്ന് വീട്ടിൽ അസുഖങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഈ അസുഖം കൂടിയാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ചിന്ത വന്നു. അപ്പം അമ്മ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ആദ്യത്തെ ഒരു വർഷം ശരിക്കും കരഞ്ഞു തന്നെയായിരുന്നു തീർത്തത്. കരഞ്ഞു തീർക്കുന്നതെന്ന് പറയുമ്പോൾ ഫോൺ വിളിക്കും, ആഴ്ചയിൽ 2 ദിവസമാണ് തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ 17 പേരുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫോൺ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമ്മ റെക്ടറച്ചനെ വിളിച്ച് കരയും, അവൻ എങ്ങനെയെങ്കിലും ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ ഫോൺ തരുമായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഫോൺ കിട്ടുമ്പോഴെല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കുറേ കരഞ്ഞു കഴിയുമ്പോൾ പറയും, നീ പോര്, ഞങ്ങൾക്ക് വയ്യ. അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയും ചാച്ച പിന്നെ അധികം മിണ്ടില്ല. ചാച്ച ആകെ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, സുഖമാണോ? പിന്നെ ഒരു നീണ്ട സൈലൻസാണ്. അത്രേ ഉള്ളൂ സാധാരണ ഫോണിൽ കൂടെ ഉള്ള സംസാരം, അതിനപ്പുറം ഒന്നുമില്ല. അപ്പം ഏകദേശം എന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ 1 വർഷത്തോളം അമ്മ കരഞ്ഞു. പിന്നീട് അടുത്ത വർഷം നോവിഷ്യേറ്റായിരുന്നു. അപ്പോൾ ഒട്ടും കാണാൻ പറ്റില്ല, ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. അതും വീണ്ടും വലിയൊരു വിഷമമായിരുന്നു. ഞാൻ ആദ്യത്തെ വർഷം കഴിഞ്ഞ് വെക്കേഷന് തിരിച്ചു വന്ന്, വെക്കേഷന് വരുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ പോകാൻ നിൽക്കുമ്പോഴും അമ്മയുടെ ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പോകണോ? വേണ്ടല്ലോ, എടാ നീ ഇവിടെ നിൽക്ക്. അപ്പം കരഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നതല്ല. പോകുന്നു. ഈവൻ നോവിഷ്യേറ്റിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല, വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അമ്മ കരഞ്ഞ് ഒരു 5-6 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ ഗുരുവച്ചൻ എനിക്ക് ഫോൺ തരുമായിരുന്നു, നീ സംസാരിക്കുക, അസുഖമുള്ളവരൊക്കെ അല്ലേ, വിഷമിപ്പിക്കേണ്ടെന്ന് പറയും. സംസാരിക്കുമ്പോൾ ഇത് തന്നെ പറയാറുള്ളൂ, തിരിച്ചു പോര് എന്നൊരു കഥയാണ്. അപ്പോൾ 1 വർഷം നന്നായി കരഞ്ഞു തീർത്തു. പിന്നീട് ഒരു 2 വർഷമെങ്കിലും വിതുമ്പി തീർത്തു. ഒരു 3 വർഷം എടുത്തു. ഞാൻ ഫിലോസഫി കയറി 1 വർഷമൊക്കെ കഴിഞ്ഞ് മാറായപ്പോഴാണ് അമ്മ എന്നെ വിളിച്ച് പറയുന്നത്, ശരി ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി കരയില്ല, നീ പോയതോർത്ത് കരയില്ല, ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പോൾ ഏകദേശം ഇത്രയും കാലഘട്ടം അമ്മ ശരിക്കും കരഞ്ഞ് വിഷമിച്ചാണ് തീർത്തത്. എൻ്റെ ഫാദറാണെങ്കിൽ മിണ്ടാറില്ല എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ടല്ല, പൊതുവേ മിണ്ടാത്ത ഒരാളാണ്, അധികം മിണ്ടാത്ത ഒരാളാണ്. പിന്നെ ഇങ്ങനെ ഒരു വിഷമം, ഞാൻ പോയി എന്നുള്ളതൊരു വിഷമവും. പക്ഷെ പിന്നീട് ഫാദറാണെങ്കിലും പറയുന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു പോര്, നീ അവിടെ പിടിച്ചു നിൽക്കണ്ട, അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നീട് എൻ്റെ ഫാദറും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അച്ഛൻ്റെ ചാച്ചൻ പറഞ്ഞ പോലെ ഈ ഒരു വൈദിക കാലഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈ ഒരു ലൈഫ് ഗിവ് അപ്പ് ചെയ്യണം, തിരിച്ചു പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് അത് വൈദിക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ MBBS കാലഘട്ടത്തിലോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മെഡിസിനാണോ വൈദിക പഠനമാണോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും മെഡിസിൻ തന്നെയായിരുന്നു. കാര്യം മെഡിസിൻ എന്നുള്ളത് കുറേ പ്രാക്ടിക്കലും പിന്നെ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ മെഡിസിൻ പഠിക്കുമ്പം ഒരു ഭയത്തോടു കൂടിയാണ് പഠിക്കുന്നത്, പാസ്സാവുമോ എന്നൊരു ചിന്ത, പ്രൊഫസേഴ്സിനെ പേടി, പ്രാക്ടിക്കൽ എക്സാം കുറേ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം വൈദിക പഠനത്തിലേക്ക് വരുമ്പോൾ പഠനം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്നോട് ഇപ്പം ചാച്ച പറയുമായിരുന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോര് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇന്ന് ഞാൻ അച്ഛനായി നിൽക്കുമ്പം എനിക്ക് അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷത്തോളം ആകുന്നു ഞാൻ സെമിനാരി ഫോർമേഷൻ കഴിഞ്ഞാണ് ഞാൻ അച്ഛനായത്. ഒരിക്കൽ പോലും ഞാൻ ഈ തിരഞ്ഞെടുത്തത് തെറ്റായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഇത് വിട്ടു പോകണം അങ്ങനെ ഒരു ചിന്ത ഒരിക്കൽ പോലും എനിക്ക് വന്നിട്ടില്ല. അത് ദൈവാനുഗ്രഹം തന്നെയായിരിക്കാം, അത് എൻ്റെ കഴിവോ ഒന്നുമല്ല. കാര്യം ഞാൻ ചേർന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത്, ഒന്ന് ഞാൻ 27 വയസ്സായിട്ടാണ് ഞാൻ സെമിനാരി കയറുന്നത്. അപ്പോൾ മൈനസ് സെമിനാരിയിൽ എൻ്റെ കൂടെയുള്ള എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ ഏകദേശം ഒരു 10 വയസ്സ് ഡിഫറൻസ്, 10 കൂടുതൽ ചിലപ്പോൾ ഉണ്ടാകാം, ബാക്കി പിള്ളേരായിട്ടുണ്ട്. അപ്പം അവരുടെ ഈ കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ല. അപ്പം സെമിനാരിയിൽ വരുമ്പം അവരുടെ ലൈഫ് കാണുമ്പോഴോ അതല്ലെങ്കിൽ അവരുടെ കളി കാണുമ്പം ചിലപ്പം നമുക്ക് ഒരു റീതിങ്കിങ് വരുമായിരിക്കാം, അയ്യോ ഇതാണോ സെമിനാരി ലൈഫ്, അവരോടൊപ്പം എങ്ങനെ ജീവിക്കും. അതായിരുന്നു എന്നോട് പറഞ്ഞ ഒരു വലിയൊരു കാര്യം, ഒരു വലിയ ചലഞ്ച് അതായിരിക്കാം, അവരോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തതും സന്തോഷിച്ച വർഷം ആദ്യത്തെ വർഷമാണ് ആന്ധ്രയിൽ വെച്ച്. അന്ന് ഞങ്ങൾ മൊത്തം 17 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ 17 പേരും അതിൽ 4 ആന്ധ്ര സ്റ്റുഡൻസ് ആയിരുന്നു, ബാക്കി എല്ലാവരും മലയാളികളാണ്. പക്ഷേ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വർഷം ഏറ്റവും മനോഹരമായ വർഷമായിരുന്നു. എനിക്കൊരിക്കലും അവരുമായിട്ട് ഒരു ബുദ്ധിമുട്ടോ, ഞാൻ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവർ ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷകരമായ ഒരു വർഷമായിരുന്നു. പിന്നീട് അങ്ങനെ എല്ലാ വർഷവും എനിക്കറിയാം. കാര്യം ഒന്ന് ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈം ടേബിൾ ഒന്നുമില്ല. എഴുന്നേൽക്കുന്നത് ഇപ്പം 8 മണിക്ക് ക്ലാസ് തുടങ്ങുമെങ്കിൽ ചിലപ്പോൾ 7:30 എഴുന്നേറ്റാൽ മതി. ആരും അന്വേഷിക്കാനില്ല, ചോദിക്കാനുമില്ല, പറയാനുമില്ല. ക്ലാസ് കഴിയുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ടൈം ടേബിളിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിതമല്ല മെഡിസിൻ എന്നുള്ളത്. പക്ഷേ സെമിനാരി വരുമ്പോൾ കൃത്യമായ ടൈം ടേബിൾ, നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ഇന്ന സമയത്ത് പഠിക്കണം. അപ്പോൾ ആ ടൈം ടേബിളിനോട് അഡ്ജസ്റ്റ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു വേറെ ഉണ്ടായിരുന്നത്.
പക്ഷേ എനിക്ക് തോന്നുന്നു ആ ടൈം ടേബിളും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അതിന് കാരണം മിക്കവാറും ഇത്രയേ ഉള്ളൂ. ഒന്ന്, എൻ്റെ വീട്ടിൽ നല്ലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. എല്ലാ അവധി ദിവസങ്ങളിൽ പള്ളിയിൽ പോകുക എന്നുള്ളത് എൻ്റെ അപ്പനും അമ്മയ്ക്കും നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളർന്നു വന്നൊരു പയ്യനാണ് ഞാൻ. പിന്നെ മാത്രമല്ല +1 +2 പഠിച്ചത് ഞാൻ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെല്ലാം തൃശ്ശൂർ പ്രൊഫസർ PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ്. അപ്പോൾ PC തോമസ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ടൈം ടേബിൾ വെച്ച് നോക്കുമ്പം സെമിനാരി ടൈം ടേബിൾ ഒന്നുമല്ല. കാര്യം സെമിനാരിയിൽ 5:30 എഴുന്നേറ്റാൽ മതിയെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് 5:45 കുർബാനയ്ക്ക് പോകണം. പിന്നെ അവിടുത്തെ അത്രയും ഒരു റിഗറസ് ടൈം ടേബിൾ ഞാൻ സെമിനാരി കണ്ടിട്ടില്ല. അപ്പോൾ ആ ടൈം ടേബിളിലൂടെ ജീവിച്ച് വന്ന് എനിക്ക് സെമിനാരി ടൈം ടേബിൾ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒരിക്കലും വന്നില്ല. അപ്പം അങ്ങനെ ഒരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ പറയാം, ഇപ്പോഴും ഞാൻ പറയുന്നു, മെഡിക്കൽ പ്രൊഫഷൻ മാറ്റി വെച്ച് ഞാൻ ഇങ്ങനെ വൈദിക പഠനത്തിന് വന്നിട്ട് വൈദികനാകുമ്പോൾ ഒരിക്കൽ പോലും ഇത് തെറ്റായി എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അച്ഛൻ്റെ ചാച്ചൻ ബാങ്ക് ജോലി ആയിരുന്നല്ലോ. അപ്പം ബാങ്ക് ജോലി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ താമസവും പല പല സ്ഥലത്തായി ഉണ്ടാവും. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കുർബാനയ്ക്കൊക്കെ പോകാനായാലും പള്ളി മാറി വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? സ്ഥലം മാറുമ്പം വാടകയ്ക്കൊരു വീട് അന്വേഷിക്കുമ്പം എൻ്റെ ഫാദർ യൂഷ്വലി അന്വേഷിക്കുന്നത് തൊട്ടടുത്ത് പള്ളി ഉണ്ടോയെന്നാണ്. കാര്യം എൻ്റെ ഫാദർ എല്ലാ ദിവസവും പള്ളിയിൽ പോരുന്നൊരു വ്യക്തിയാണ്. ചുരുക്കം കുറച്ച് കാലഘട്ടങ്ങളിൽ മാത്രമേ അത് പോകാതിരിക്കാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. ചിലപ്പോൾ ഇച്ചിരി ദൂരെ കൂടുതൽ കാരണമായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം കാരണമായിരിക്കാം. അതല്ലെങ്കിൽ എൻ്റെ ഫാദർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വീട് സെലക്ട് ചെയ്യുമ്പം യൂഷ്വലി തൊട്ടടുത്ത് പള്ളി എവിടെയാണെന്ന് നോക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, എവിടെ പോയാലും ഒരു കാത്തലിക് സ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളത്, ഒന്നീ അച്ഛന്മാരുടെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ. അതുകൊണ്ട് ഞാനൊരു 6 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. 6 സ്കൂളും കാത്തലിക് സ്കൂളാണ്. അപ്പം അത് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാത്തലിക് ചിന്തയോടും വിശുദ്ധ കുർബാനയോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നായിരുന്നു എന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം MBBS കഴിഞ്ഞ് പിന്നെ PGക്ക് അപ്ലൈ ചെയ്തു, അതോ അതിനു മുന്നേ ഡയറക്റ്റ് സെമിനാരി പോകണം എന്നുള്ളൊരു ഡിസിഷനായിരുന്നു എടുത്തിരുന്നത്? ഞാൻ 2012 പാസ് ഔട്ടായ ആളാണ്. 2012 പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയപ്പം ഏകദേശം എൻ്റെ മനസ്സിലെ ചിന്ത സെമിനാരി പോകാം എന്നുള്ളത് തന്നെയായിരുന്നു. കാര്യം അത് കുറേ ചിന്തിച്ചും പിന്നെ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഒരു ധ്യാനത്തിന് പോയേക്കാം, ധ്യാനത്തിന് പോയി പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കാം. അങ്ങനെ 2000. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ചിന്തയുണ്ട്, ഒരു PG എടുക്കുക. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം സർജനാവുക എന്നുള്ളതാണ്. സർജറി എൻ്റെ ഒരു പാഷനാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ എൻജോയ് ചെയ്ത ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റും സർജറിയാണ്. അപ്പം എനിക്ക് സർജനാവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് താനും. പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് താനും, ഏത് വേണമെന്നുള്ളത് ഒരു ക്ലാഷായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ധ്യാനത്തിന് പോയി. അപ്പോൾ ആ ധ്യാനത്തിന് പോയപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനും ഒരു സിസ്റ്ററും. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് PG എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഗ്രഹമുണ്ട്. എന്നാൽ നീ ഒരു കാര്യം PGക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തോ, നീ അച്ഛനാവാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ആഗ്രഹിക്കുന്നില്ല, ഞാൻ അച്ഛനാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ PGക്ക് പഠിക്കാം. അപ്പം PGക്ക് പഠിക്കുമ്പോൾ എന്തായാലും എൻട്രൻസ് എഴുതണം. അപ്പം ഒരു വർഷം, ഇപ്പോൾ 2012 ആ സമയത്ത് എൻട്രൻസിൻ്റെ കാലം കഴിഞ്ഞു. ഇനി വരുമ്പം 2013 എൻട്രൻസ്. അപ്പോൾ ഏകദേശം ഡിസംബറിലേക്കാണ് എക്സാം വരത്തുള്ളൂ. അന്ന് ഡിസംബറിലേക്കാണ് എക്സാം. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. പിന്നെ ഇടയ്ക്ക് ജനറൽ പ്രാക്ടീസ് എന്ന് പറയും. ജനറൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാഷ്വാലിറ്റി പോയിരിക്കും. അപ്പം 2-3 ഹോസ്പിറ്റൽസിൽ പേര് കൊടുക്കും. അവർ നമ്മളെ കാഷ്വാലിറ്റിയിലേക്ക് വിളിക്കും. ഓക്കെ, ഇന്ന ദിവസങ്ങളൊക്കെ വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന ദിവസങ്ങളിൽ ചെല്ലും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് വേണ്ടി, അതിന് വേണ്ടിയാണ് മെയിനായിട്ടുള്ള എയിം എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു, എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഒരു 12 മണിക്കൂർ ഇരുന്ന് പഠിക്കുമായിരുന്നു. കാര്യം ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ്. അങ്ങനെ എൻട്രൻസ് എഴുതി. അന്ന് ഓൾ ഇന്ത്യ എൻട്രൻസ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പഠിക്കാമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇങ്ങനെ അച്ഛനാവണമെന്നൊരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് കാശ് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ തന്നെ അതൊരു ഗവൺമെൻറ് സീറ്റിൽ കിട്ടുക എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ എൻട്രൻസ് എഴുതി. പക്ഷേ എൻട്രൻസ് എനിക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എക്സാം റിസൾട്ട് വന്നപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു സീറ്റും എനിക്ക് കിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. റാങ്ക് ഏകദേശം ഒരു 10,000 അടുത്തായിരുന്നു. അപ്പോൾ 10,000 അടുത്ത് വരുമ്പോൾ ക്ലിനിക്കൽ സീറ്റൊന്നും എനിക്ക് കിട്ടത്തില്ല, നോൺ ക്ലിനിക്കലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരിതാണ്. അപ്പോൾ അതൊരു സത്യം പറഞ്ഞ ഒരു വലിയ ഡിപ്രഷനായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ളൊരു സമയം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ ധ്യാനത്തിന് പോയായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അച്ഛനാവാൻ പോകണ്ട, നീ PGക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
നീ എല്ലാ മാസവും എന്നെ ഫോൺ ചെയ്തോണം, കോണ്ടാക്റ്റ് വിടരുതെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കുമായിരുന്നു, അച്ഛൻ സംസാരിക്കുമായിരുന്നു. ഈ റിസൾട്ട് വന്നപ്പോഴും ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു നീ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛനെ പോയി കണ്ടപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് തോൽവിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് കരയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു എന്നിട്ടും ദൈവം തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നീ ഇനി ഒരു കാര്യം ചെയ്തു, നീ അച്ഛനാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനു ഞാൻ ഈ ഒരു വർഷം വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ദൈവത്തിന് നിനക്ക് തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കി തരണമായിരുന്നു. നീ ഇതുവരെ എല്ലായിടത്തും വിജയിച്ച് വന്നവനാണ്, പക്ഷെ അങ്ങനെ വിജയിച്ച് വന്ന് നീ വൈദികനായാൽ ചിലപ്പോൾ നിനക്ക് തോൽക്കുന്നവരുടെ വേദന മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛൻ ഞാനിപ്പം സെമിനാരി പോകണമെന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ആരോട് പറഞ്ഞാലും അവർ പറയും ഈ തോറ്റതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി അവൻ പോകുന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഇതൊരു ജനുവരി മാസമല്ലേ ആയിട്ടുള്ളൂ, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക്, ജനുവരി അവസാനം അങ്ങനെ ഏതാണ്ടായിരുന്നു ആ സമയം. ഏതായാലും ഏപ്രിലും മെയിലൊക്കെയാണ് സെമിനാരി കയറാത്ത വരുന്നുള്ളൂ, 2-3 മാസം കൂടെ സമയമുണ്ട്, നിനക്ക് ദൈവം കാണിച്ചു തരും ഒരു വഴി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ കേരളത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. കർണാടക എക്സാം ഉണ്ട് ശരിക്കും മെഡിസിന്, അതുപോലെ തന്നെ സെൻറ്റ് ജോൺസ് ഉണ്ട്. അപ്പം ഇതൊന്നും ഞാൻ എഴുതണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല, കാര്യം അവിടെയൊക്കെ ഫീസ് കൊടുക്കണം. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ് ആ പരീക്ഷ എഴുത്, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ ഞാൻ ഈ 2 പരീക്ഷ ഞാൻ എഴുതി. എൻ്റെ മനസ്സിലൊരു ചിന്ത അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു, കയറണോ വേണ്ടയോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെ കർണാടകയുടെ എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നു. സെൻറ്റ് ജോൺസിൻ്റെ എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നു. കർണാടക എക്സാമിന് എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു, എനിക്ക് കർണാടകയിലെ ഏത് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും, ഞാൻ ആഗ്രഹിച്ച സീറ്റ് കിട്ടും. 2 സെൻറ്റ് ജോൺസിൽ അവരെന്നെ സെലക്ഷന് വിളിച്ചു, എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല, ഇൻ്റർവ്യൂവിന് പോകുന്നില്ല. അന്ന് ചേട്ടൻ ബാംഗ്ലൂരാണ്. ചേട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാനിങ്ങനെ അച്ഛനാവാൻ പോകാമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് ഇനി വീട്ടിൽ ധൈര്യമായിട്ട് പറയാം PG കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ പോകാത്തത്, PG കിട്ടി, അത് വേണ്ട, അതുകൊണ്ട് ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ദൈവം എന്നെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു അടുത്ത എൻ്റെ ഒരു ചോദ്യം. ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിന് ഞാൻ ഒരു വർഷം വെയിറ്റ് ചെയ്തു, ഈ ഒരു തോൽവിയുടെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു വർഷമാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് വേദനകൾ സംഭവിച്ചൊരു സമയമാണ്. വേദനകൾ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷകരമായൊരു കാര്യം സംഭവിച്ചു, ചേട്ടൻ്റെ കല്യാണം ആ വർഷമായിരുന്നു, 2013 പിന്നെ എൻ്റെ ഫാദർ അസുഖമുള്ള ഒരാളാണ്, അസുഖം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് അസുഖമുള്ള ഒരു വ്യക്തിയായിരുന്നു. മെഡിക്കൽ ചികിത്സയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു, മരുന്നെടുക്കുന്നു, ഹാർട്ടിന് ബ്ലോക്കൊക്കെ ഉണ്ട്, പക്ഷെ മരുന്നെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയമൊക്കെ ആയപ്പം എൻ്റെ ഫാദറിന് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പം ഈ ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ് കുറച്ച് കൂടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുമ്പം ഒരു ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റം കയറുമ്പോഴായിരുന്നു ഇത്രയും കാലം ചെറിയൊരു ശ്വാസമുട്ട് പോലെയൊക്കെ വരുന്നു. പക്ഷേ എൻ്റെ ചാച്ച എന്നോട് പറഞ്ഞൊരു കാര്യം, എടാ എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചെറിയ ശ്വാസമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഡോക്ടറെ കണ്ട് ഒരു ആൻജിയോഗ്രാമും കൂടെയും ചെയ്ത് നോക്കാം, ആ ബ്ലോക്ക് എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാലോ, എന്നിട്ട് വേണമെങ്കിൽ ഈ ബ്ലോക്ക് ഉണ്ട് എന്നറിയുന്നത് തന്നെ ഒരു ടെൻഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം, കല്യാണമൊക്കെ വരുമല്ലേ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കാം, അപ്പം ബ്ലോക്ക് പോയിക്കോട്ടെ, അപ്പോൾ ആ ടെൻഷൻ മാറി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ തന്നെ കാർഡിയോളജിസ്റ്റും. അപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്യാം, വേണമെങ്കിൽ അപ്പോൾ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തേക്കാം, അപ്പോൾ ആ ടെൻഷൻ പോയി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോഗ്രാമിന് കയറ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന ചിന്തയിലാണ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു. അങ്ങനെ കയറ്റി ഓൺ ടേബിൾ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, ആ സ്റ്റേജ് കഴിഞ്ഞു, ബ്ലോക്ക് ഏകദേശം 5 എണ്ണം ഉണ്ട്, ആ 5 എണ്ണത്തിൽ 4 90%, അതും നമ്മൾ മെഡിക്കൽ ടൈമിൽ പറയുമ്പോൾ കാൽസിഫിക്കേഷൻ സംഭവിച്ചു എന്ന് പറയും, ഇനി നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത്, ഒന്ന് ചേട്ടൻ്റെ കല്യാണമുണ്ട്, ബൈപ്പാസ് ചെയ്താൽ ഏകദേശം 2 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാം, പക്ഷെ അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഫാദറിനോട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഇതൊന്നും, എൻ്റെ ഫാദർ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു കാര്യം ചെയ്തു, ചേട്ടൻ്റെ കല്യാണം കുറച്ച് നേരത്തെ ആക്കി, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയും കൊണ്ട് തന്നെ നേരെ ബൈപ്പാസിന് പോയി. അപ്പം എൻ്റെ അമ്മ ഞാൻ സെമിനാരി കയറുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നൊരു കാര്യം, നീ പോയിക്കോ, ചാച്ചയ്ക്ക് അസുഖമാണ്, നീ പോയി കഴിയുമ്പോൾ അസുഖം കൂടും. അപ്പം അതായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണി. ഞാൻ ആ ഒരു 2012
ഞാൻ സെമിനാരി കയറിയിരുന്നെങ്കിൽ എൻ്റെ ചാച്ചന് ഈ ഒരു അസുഖമാണെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ തിരിച്ചെത്തിക്കുമായിരുന്നു, ഉറപ്പായിട്ടും. കാര്യം 2 മാസം എൻ്റെ ഫാദറിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തന്നെയാണ് നോക്കിയത്. കാര്യം ഞാൻ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് നന്നായി നോക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ദൈവം കൃത്യമായിട്ട് തന്നെ ആ ഒരു വർഷം അവിടെ നിർത്തി. കാര്യം ഞാൻ വീട്ടിൽ ആവശ്യമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ചേട്ടനില്ലായിരുന്നു, ചേട്ടൻ ബാംഗ്ലൂരാണല്ലോ, പിന്നെ ചേട്ടൻ്റെ കല്യാണം കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സമയമാണത്. അതെനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടാണ് 2012 ദൈവം എന്നെ വിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് ആണ് ദൈവം എന്നെ വിളിച്ചത്. അപ്പം അവിടെ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ ലൈഫ് മൊത്തം ഒരു ദൈവിക പദ്ധതിയിലൂടെയാണ് മുന്നോട്ട് പോയത്. അപ്പം അച്ഛന് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? സെമിനാറിൽ ചേരുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നോ? അത് വലിയൊരു ചലഞ്ചായിരുന്നു. എനിക്ക് ഏറ്റവും പേടി ഇത് തന്നെയായിരുന്നു, ഫാദറിന് എന്തെങ്കിലും പറ്റുക. ഒന്ന്, ഫാദറിന് ടെൻഷൻ വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ആരോടും പറയില്ല, അത് ഉള്ളിൽ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഹാർട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ഞാൻ പോകാറുള്ള സമയമൊക്കെ ആയി. ഞാൻ ഇപ്പോൾ വീട്ടിൽ പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം എൻ്റെ ഫാദറിന് പ്രഷർ വളരെ കൂടുതൽ, എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് മരുന്ന് ഓരോ പ്രാവശ്യവും ചിലപ്പോൾ ഡോക്ടർ കൂട്ടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം സെമിനാരി കയറുന്ന സമയത്ത് 4 മെഡിസിനാണ് എൻ്റെ ഫാദർ കഴിച്ചുകൊണ്ടിരുന്നത്, പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഡോക്ടർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ ഞാനുണ്ട്, പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ സെമിനാരി കയറുമ്പം എൻ്റെ ഫാദർ ഏകദേശം എടപ്പള്ളിയിലേക്ക് വന്നു, റിട്ടയർ ചെയ്തു, എടപ്പള്ളിയിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഒരു ടെൻഷനും ഒരു വലിയൊരു ചലഞ്ചായിരുന്നു എൻ്റെ മുമ്പിൽ, ഫാദറിന് എന്തെങ്കിലും പറ്റുമോ. കാര്യം എൻ്റെ അമ്മ എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് ചാച്ചയ്ക്ക് എന്തെങ്കിലും പറ്റും, പ്രഷർ കൂടും എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇത്രേ ഉള്ളൂ, ഫാദറിന് 1 വർഷത്തേക്കൊന്നും പറ്റരുത്. കാര്യം ഒന്ന്, ഞാൻ ആന്ധ്രയിലാണ്, എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രഷർ ചെക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ച്, ഞാൻ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവളുടെ വീട് അടൂരാണ്. പക്ഷേ ഞാൻ ആന്ധ്രയിൽ പോയ ആ 1 വർഷം അവൾ എടപ്പള്ളിയിൽ കിൻഡർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. എല്ലാ മാസവും അവൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഫാദറിനെയും മദറിനെയും നോക്കും, ഫാദറിൻ്റെ BP ഒക്കെ നോക്കും. അത് കഴിഞ്ഞപ്പം റിസൾട്ട് ഞാൻ ഫോൺ വിളിക്കുമ്പം എൻ്റെ അമ്മ പറയും ഇത്രമായിരുന്നു BP, അവൾ വന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആ 1 വർഷം കൃത്യം അവൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആന്ധ്രയിൽ നിന്ന് വന്ന് വയനാട്ടിലേക്ക് വന്നപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് അവളും. അപ്പം ആ 1 വർഷം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ദൈവം എൻ്റെ കൂടെ പഠിച്ച ഒരാളെ അവിടെ എത്തിച്ചു. അപ്പം അച്ഛൻ്റെ കോളേജിൽ ഈ പറഞ്ഞ പോലെ ഈ 5 ഇയേഴ്സ് അച്ഛൻ പറഞ്ഞിരുന്നു ആദ്യം, കുറേ പിള്ളേരോട് ചിലപ്പോൾ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം, വിവാഹ ജീവിതം വേണമെന്ന് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ഏതെങ്കിലും പെൺകുട്ടികൾ അങ്ങനെ വന്ന് എന്തിനാടാ ചക്കരെ അച്ഛൻ വട്ടത്തിന് പോയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? പച്ചയ്ക്ക് ചോദിച്ചിട്ടില്ല, പക്ഷേ ഒരു കൊച്ചെന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടന് കല്യാണം കഴിച്ചുകൂടെ, ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ എനിക്ക് വെറുതെ അത്ര കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു, ബോയ്സും ഗേൾസും ഒക്കെ ഒരുപാട് പേര് ഫ്രണ്ട്സുണ്ട്. ആരും എന്നോട് പച്ചയ്ക്ക് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ആരും പ്രൊപ്പോസ് ചെയ്തിട്ടുമില്ല. അട്രാക്ഷൻ പലരോടും എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ദൈവം, ഞാൻ പറഞ്ഞല്ലോ, ദൈവം എനിക്ക് കൃത്യമായിട്ട് ലിമിറ്റേഷൻസ് എവിടെയൊക്കെയോ ഞാൻ അറിയാതെ തന്നെ തരുമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ എന്തോ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് 1-2 പേര് എന്നോട് പറഞ്ഞൊരു കാര്യം, എടാ നീ ഇത്രയും പഠിച്ചു എന്നിട്ട് നീ പോവുകയാണ്, സത്യം പറഞ്ഞാൽ നീ ഒരു നാഷണൽ വേസ്റ്റായി മാറുമെന്ന് പറഞ്ഞു. അതിന് കാരണം അവരെന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല, അത് വേറെ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല, നിൻ്റെ ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്നേക്കുമായി നശിക്കുന്നു പറഞ്ഞു. പക്ഷേ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. പക്ഷേ അവരിപ്പോഴും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അന്ന് എനിക്കതൊരു വേദനയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇന്നും അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യം അവരെൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, എൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരാണെങ്കിലും, ഇനിയിപ്പോൾ ചേട്ടൻ ഇനി PG പഠിക്കാൻ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അച്ഛാ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാത്തിൻ്റെയും തുടക്കമായ MBBS സ്വപ്നം, എന്തുകൊണ്ടാണ് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത്? 5ാം ക്ലാസ് തൊട്ടുള്ള എൻ്റെ പാഷനാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. അതിന് കാരണം ഇത്രേ ഉള്ളൂ, എൻ്റെ ഫാമിലിയും ഞാനും ഒരിക്കൽ ഒരു കാറിൽ പോകുമ്പം ഒരു ആക്സിഡൻറ്റിൽ പെട്ട്, തൃശ്ശൂർ വെച്ചായിരുന്നു സംഭവം. അന്ന് ആക്സിഡൻറ്റിൽ പെട്ട് ഞങ്ങൾ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പം എനിക്ക് മാത്രമാണ് പുറത്ത് ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരാൾ, ഒരു ചോര പോലും എൻ്റെ മേത്തുനിന്ന് പൊടിഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കി എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, പിന്നെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കെല്ലാം ദേഹത്തുനിന്ന് അത്യാവശ്യം ചോരയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വേഗം എല്ലാവരും നോക്കി, കാഷ്വാലിറ്റി ചെന്ന് എല്ലാവരും എല്ലാം പ്രത്യേകം നോക്കി, എല്ലാം കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആർക്കും.
ഡിസ്ചാർജ് ആക്കാം, മീൻസ് എല്ലാവരെയും വിടാമെന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗത്തുള്ള ഒരു കുഴപ്പം ഇത്രേ ഉള്ളൂ, എനിക്ക് നടക്കാൻ പറ്റില്ല. അതായത് ഞാൻ എഴുന്നേറ്റാൽ 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ തലറങ്ങി വീഴും. അപ്പം ഡോക്ടർമാർ പറഞ്ഞു നട്ടുച്ചയാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ക്ഷീണമായിരിക്കാം. ഞാൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക, അതുകൊണ്ടാണ് വീട്ടിൽ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ, കാര്യം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടുത്തെ പ്രൊഫസറായിരുന്നു. അപ്പം അന്ന് സൺഡേ ആണ്, അപ്പോൾ സൺഡേ ഈ പ്രൊഫസേഴ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അതെൻ്റെ ആങ്ങളെയാണ്, ആങ്ങളെ വിളിച്ചു വരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെയെന്ന് പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയി. അപ്പോൾ പുള്ളി ഉടനെ വിളിച്ചു വരുത്തി. പുള്ളി അവിടുത്തെ സീനിയർ പ്രൊഫസറാണ്. പുള്ളിയെ വിളിച്ചു വരുത്തി. പുള്ളി എന്നെ വന്ന് കണ്ടു, എനിക്കും പുള്ളിനെ അറിയാം. അപ്പോൾ പുള്ളി എന്നോട് എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയറുവേദനയുണ്ട്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ തോളുവേദനയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നീ എഴുന്നേറ്റൊന്നും നടക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എഴുന്നേറ്റു. ഞാനന്ന് 2 സ്റ്റെപ്പ് വെച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പുള്ളി എന്നെ നേരെ കൊണ്ടുപോയത് അവിടുത്തെ ഒരു പീഡിയാട്രിക് സർജനെ വിളിച്ചു. നേരെ എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. കാര്യം എൻ്റെ ലിവർ മുറിഞ്ഞു പോയായിരുന്നു, എനിക്ക് ഇൻറ്റേർണൽ ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞ അറിവ് പിന്നെ എനിക്കുള്ളൂ. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ആ ഡോക്ടർ പുറത്ത് വന്നത് ഏകദേശം 12 മണിക്കാണ്. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞത് ഈ ഡോക്ടർ ഉടനെ തന്നെ അമ്മയോട് പറഞ്ഞു ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ വീട് ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത. പുള്ളി കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് ഒരു കൊതുകുതിരിയുമായിട്ടാണ് വരുന്നത്. അമ്മ പറഞ്ഞു ഒരു കൊതുകുതിരി വന്നിട്ട് അന്ന് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊന്നും ICU എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. 1996 അപ്പം എന്നെ ജനറൽ വാർഡിലാണ് കിടത്തിയേക്കുന്നത്. ജനറൽ വാർഡിൽ കിടത്തുമ്പം ഈ പുള്ളി വന്ന്, അപ്പം എൻ്റെ ബെഡിൻ്റെ അടുത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ. ഈ നഴ്സിംഗ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് പുള്ളി ഒരു കസേര എടുത്തിട്ട് ഇരുന്ന് ഈ കൊതുകുതിരിയും വെച്ച് എനിക്ക് ബോധം വരുന്നവരവിടെ ഇരുന്നു. അപ്പം മാത്രമല്ല പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്നെ കാണാൻ വേണ്ടി ഈ ഡോക്ടർ വരും. അമ്മ പറയാ ചിരിക്കില്ല, വന്ന് നോക്കി കണ്ടു നോക്കിയിട്ട് പോകും. രാത്രിയും വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ന്യൂമോണിയ വന്നു. അപ്പം ഈ ഡോക്ടർ ഇങ്ങനെ വന്ന് 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് ചിരിച്ചിട്ട് പറഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല, ഇനി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഡോക്ടർ ഇങ്ങനെ കൊതുകുതിരിയുമായി വന്ന് അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം ആ ഡോക്ടറെക്കുറിച്ച് എനിക്കൊരു ഐഡിയ എൻ്റെ അമ്മ തന്നു. അപ്പോൾ അതുപോലെ ഒരു സർജനാവണം, എൻ്റെ ജീവൻ രക്ഷിച്ചതുപോലെ ഒരു സർജനായി എനിക്കും ഇങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കണം എന്നൊരു ചിന്തയാണ് 5ാം ക്ലാസ് തൊട്ട്. അപ്പോൾ അതായിരുന്നു അന്ന് തൊട്ട്. ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് സർജനാവണം, എൻ്റെ പാഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ ഡോക്ടറെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ആളെക്കുറിച്ച്? ആ ഡോക്ടർ പിന്നെ ഡോക്ടർ റിജു എന്നായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് വലിയ അറിവൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ മനസ്സിലായത് ഈ അടുത്ത കാലത്ത്, എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പായിരിക്കും, പുള്ളി രാജഗിരിയിൽ പീഡിയാട്രിക് സർജനായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു എന്നിങ്ങനെ മനസ്സിലായി. പക്ഷേ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അച്ഛന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ ആവാന്നുള്ളതാണ്, അതായി. അത് കഴിഞ്ഞ് പിന്നെ വൈദികനാകാന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതായി. പക്ഷെ നടക്കാത്ത ഒരു ആഗ്രഹമാണ് PG ചെയ്യാന്നുള്ളത്. അപ്പം അതിനി ചെയ്യാൻ അച്ഛന് താല്പര്യമുണ്ടോ? ഈ ഒരു വൈദിക വസ്ത്രം അണിഞ്ഞ് അത് സാധ്യമാകോ എന്നുള്ളത് പറയാം. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ അച്ഛനാവുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു നീ എന്തുകൊണ്ട് അച്ഛനാവണം. അപ്പം ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ ചിലപ്പോൾ സ്വപ്നം കാണാറുണ്ട് ഈ ലോഹ ഇട്ടിട്ട് സ്റ്റെത്തിട്ട് നടക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ സ്വപ്നം പോലെ പറഞ്ഞിട്ടുണ്ട്. നടക്കൂല്ലോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ അങ്ങനെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ PG എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, സർജൻ ആവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കാര്യം സർജറിയാണ് എൻ്റെ പാഷൻ. അച്ഛനാവാൻ തീരുമാനിച്ചപ്പോൾ മുൻപിലുണ്ടായിരുന്ന ഒരു ചോദ്യം എവിടെ കയറും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ 2 ഓപ്ഷൻസാണ്, ഒന്നീ ഡയസിസിൽ പോവുക അല്ലെങ്കിൽ റിലീജിയസ് കോൺഗ്രിഗേഷനിൽ പോവുക എന്നുള്ളതാണ്. ഡയസിസ് എൻ്റെ സ്വപ്നത്തിലില്ലായിരുന്നു. ഒരു ഇടവകയിലിരുന്ന് ചുരുങ്ങി പോവുക എന്നുള്ള അർത്ഥത്തിൽ വളരെ നല്ലൊരു കാര്യമാണത്, ഇടവകയിലെ കാര്യങ്ങൾ നോക്കുക. പക്ഷേ അങ്ങനെ ഇടവകയിലിരുന്ന് പോവുക എന്നുള്ള ഒരു ആഗ്രഹമല്ലായിരുന്നു എനിക്കുള്ളത്. എൻ്റെ ആഗ്രഹം ഒരു സന്യാസ സഭയിൽ കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. കാര്യം പ്രീച്ചിങ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അങ്ങനെയാണ് ഞാൻ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷനിൽ എത്തുന്നത്. പ്രീച്ച് ചെയ്യണം, അതായത് ദൈവവചനം പ്രഘോഷിക്കണം. പിന്നെ എൻ്റെ ഈ ജീസസ് യൂത്ത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ്റെ സമയത്ത് ഞാൻ കണ്ടെത്തിയ കുറേ രോഗികളും അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ. ഞാൻ കുറച്ച് പേരോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസുഖം എന്നതിനേക്കാൾ അപ്പുറം മാനസികമായ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം എന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം സെമിനാരി വന്നപ്പം അച്ഛനാവാനൊക്കെ ആഗ്രഹിച്ചപ്പം പ്രീച്ചിങ്ങിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഈ സർജനാവാനുള്ള ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കുമെന്നുള്ള കാര്യം എനിക്ക് സംശയമായി. പക്ഷേ ദൈവം എന്നെ കൊണ്ട് നടത്തുന്നത് എന്തിനാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പം നമ്മൾ ഈ സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങൾ
സെമിനാരിയിൽ നിന്ന് ധ്യാനം നയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകും. പോപ്പുലർ മിഷൻ റിട്രീറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീസസ് മിഷൻ റിട്രീറ്റ് അങ്ങനെ പോയി കുറേ ഫാമിലീസിനെ കണ്ടു, പിള്ളേരെ കണ്ടു. അപ്പം അങ്ങനെ വന്നപ്പം വേറെ ചിന്തകളിലേക്കൊക്കെ പോയി. ഇപ്പം സർജറി ചെയ്യുക എന്നുള്ളതല്ല, അതിനേക്കാളപ്പുറം ഓക്കെ സർജറി മാത്രമല്ല വേറെയും ഉണ്ടായിരുന്നു. സർജറി എൻ്റെ ഒരു പാഷനായിരുന്നു. കാര്യം എൻ്റെ മേത്ത് ഒരാളൊരു സർജൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിൽ നിന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. പക്ഷെ അതല്ല, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം PG സ്വപ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ അത് ഓപ്പണാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുമെങ്കിൽ സഭാധികാരികളിലൂടെ എന്താണോ പറയുന്നത് എനിക്കറിയത്തില്ല. കാര്യം ഇനി ഒരു എൻട്രൻസ് എഴുതി പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറേ ഉണ്ട്. അതൊരു വലിയ കടമ്പയാണ്. പക്ഷെ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? കാര്യം എൻ്റെ മനസ്സിലൂടെ പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ഞാൻ സെമിനാരിൽ കയറിയപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു എൻ്റെ മുമ്പിൽ വരുന്നവർക്ക് ഒരു ഫിസിക്കൽ ഹീലിങ്ങിനേക്കാളും സ്പിരിച്വൽ ഹീലിംഗ്, രണ്ടും ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഇപ്പോൾ ദൈവ അനുഗ്രഹമായി തന്ന ഒരു കഴിവാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. അതിന് ഫിസിക്കൽ ഹീലിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലിംഗ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം അവരുടെ വിഷമം മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ആ രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നൊരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. PG എന്നുള്ളത് അത് ഞാൻ ദൈവത്തിന് വിട്ടുവെച്ചിരിക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുകയും കൊണ്ട് നടക്കട്ടെ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഈ ഒരു ദൈവിക ശക്തിനെ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പേഷ്യൻറ്റിനെ ആ ഒരു സയൻറ്റിഫിക് കണ്ണോട് മാത്രം കണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിൽ വിശ്വസിച്ച് അത് മാത്രം നടക്കൂ എന്നുള്ളൊരു കൺസെപ്റ്റുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അച്ഛൻ എന്താണ് വിശ്വസിക്കുന്നത്? അതായത് ഒരു മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ രക്ഷിക്കപ്പെടുന്നതാണോ മനുഷ്യജീവൻ? എനിക്ക് തോന്നുന്നു, ഞാൻ മെഡിസിൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ശരിയാണ്. സയൻസ് നമ്മൾ പഠിക്കുമ്പം ഫെയ്ത്തിന് അവിടെ സ്ഥാനമില്ല എന്ന് പലരും പറയും. ഓക്കെ, സയൻസിന് എല്ലാത്തിനും ഉത്തരമുണ്ട്. ഈവൻ മെഡിക്കൽ പ്രൊഫഷനിൽ വരുമ്പോഴാണെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ആ രോഗിയുടെ അസുഖം മാറുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മെഡിസിൻ പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. ഏറ്റവും പ്രത്യേകമായിട്ട് ഒരു സർജനാണെന്ന് ആഗ്രഹിച്ച ഞാൻ ഒരു പേഷ്യൻറ്റിനെ ടേബിളിൽ കൊണ്ട് കിടത്തി കീറി നമ്മളകത്തേക്ക് നോക്കുമ്പം ഏറ്റവും വലിയ അത്ഭുത ലോകത്തിലേക്കാണ് ഈ പോകുന്നത്. ഇതെങ്ങനെ ഒരു മനുഷ്യൻ്റെ അകത്ത്, ഇപ്പം നമ്മുടെ രക്തക്കുഴലെടുത്ത് നോക്കുകയാണെങ്കിൽ വെയിനോ ആർട്ടറിയോ നെർവോ ഓരോന്നൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, പിന്നെ എത്ര മനോഹരമായി ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്കും മെഡിസിൻ ആഗ്രഹിച്ച് മെഡിസിൻ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല. കാര്യം ഞാനൊരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഇപ്പോൾ 2 പേർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഒരാൾക്ക് അസുഖം മാറുന്നു, ഒരാൾക്ക് അസുഖം മാറില്ല ചിലപ്പം. അതെന്തുകൊണ്ട്? മരുന്ന് തെറ്റിയതുകൊണ്ടായിരിക്കില്ല, 2 പേർക്കും ഒരേ അസുഖമായിരിക്കാം. ഇപ്പോൾ ഈവൻ കൊറോണ വന്നപ്പം എല്ലാവർക്കും സീരിയസ് ആയിട്ടില്ല. ചിലവർക്ക് സീരിയസ് ആയി, ചിലവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് പോയി മരിക്കുന്നു. അപ്പം അതെന്തുകൊണ്ട്? അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ഉദാഹരണം എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാനവിടെ ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്ത് ഒരു ലേഡി വന്നതാണ്. അതായത് ആ ലേഡി ആദ്യമേ കാഷ്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആ ലേഡി പറഞ്ഞൊരു കാര്യം ഇതാണ്: എൻ്റെ താഴെ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ യൂഷ്വലി അത് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുടെ അമ്മയാണ്. അപ്പം അങ്ങനെ വരുമ്പം ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം യൂട്രസ് താഴേക്ക് പോകാം, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ താഴേക്ക് പോകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ അവരിത് ഒരു ലേഡി ആയതുകൊണ്ടും ഇങ്ങനെ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ഡോക്ടേഴ്സ് ഒരു കാര്യം ചെയ്തു, നേരെ ഗൈനക്ക്, അതായത് സ്ത്രീകളെ നോക്കുന്ന ഗൈനക്ക് കാഷ്വാലിറ്റിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഗൈനക്ക് കാഷ്വാലിറ്റിയില്ല, ലേബർ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം ഈ ചേച്ചി വന്നു, ടേബിളിൽ കിടക്കുകയാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഡോക്ടറുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തോ താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പം മാഡം പറഞ്ഞു, എടാ യൂട്രൈൻ പ്രൊലാപ്സ് ആയിരിക്കും, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു കൊച്ചിൻ്റെ തലയാണ്. അപ്പം പെട്ടെന്ന് ചേച്ചിയോട് മാഡം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര മാസമായി? എല്ലാവർക്കും മനസ്സിലായി പ്രഗ്നൻ്റ് ആണ്, എത്ര മാസമായി എന്നാണ് ചോദിക്കുന്നത്. അപ്പം ചേച്ചി ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചു. അല്ല, പ്രഗ്നൻസ് ആയിട്ട് എത്ര മാസമായി? അപ്പോൾ ചേച്ചി ചോദിച്ചൊരു ചോദ്യം, ഞാൻ പ്രഗ്നൻ്റോ? അപ്പം മാഡവും ഞെട്ടി, ഞാനും ഞെട്ടി. പ്രഗ്നൻ്റ് ആണ്. ഇല്ല, ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ദേ കൊച്ചിൻ്റെ തലയാണ് പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു. ആ ചേച്ചി ഞെട്ടലോടെയാണ് പറയുന്നത്, ഇല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല. അപ്പം അതിൻ്റെ സത്യാവസ്ഥയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എനിവേ
ആ കൊച്ച് പൂർണ്ണമായ മാസം തികഞ്ഞ ഒരു കൊച്ചാണ്. ഞങ്ങൾ ആ കൊച്ചിനെ പുറത്തെടുത്തു. പൂർണ്ണമായ മാസം തികഞ്ഞ ഒരു കൊച്ച്, നോർമൽ വെയിറ്റ്, ഒരു കുഴപ്പമില്ലാത്തൊരു കൊച്ച്. അപ്പം മിക്കവാറും ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസം കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പം അത് കള്ളം പറയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു വർഷം, ഈ 9 മാസവും ഒരിക്കൽ പോലും ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല, ഒരു മരുന്നും എടുത്തിട്ടില്ല, ഇതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചി ഏതോ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ്, നോർമലായിട്ട് എല്ലാ ജോലിക്കും പോയിട്ടുണ്ട്. പക്ഷേ ആ കൊച്ചിന് ഒരു കുഴപ്പമില്ല. അപ്പം അത് ദൈവം തന്നെ കൊണ്ടു നടക്കുന്നതായിരിക്കാം. കാര്യം ഈ കാലത്ത് നമ്മൾ അറിയാം, എത്രയോ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഒരു കൊച്ചിനെ പുറത്ത് കൊണ്ടുവരുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം കൊച്ചിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു. പക്ഷേ ആ കൊച്ചിന് വേണ്ടി ഒന്നും ആ വീട്ടുകാർ ചെയ്തിട്ടില്ല, അതിൻ്റെ അമ്മയും ചെയ്തിട്ടില്ല. പക്ഷെ ആ കൊച്ച് വളരെ നോർമലായ ഒരു കൊച്ച് പുറത്ത് വന്നു. അപ്പം നമുക്കിതിനകത്ത് പല കാര്യങ്ങളും, ഇനി സർജറി ചെയ്യേണ്ട പേഷ്യൻസ്, എല്ലാവർക്കും സർജറി ചെയ്യുന്നു, എല്ലാവർക്കും ഇൻഫെക്ഷൻ വരുന്നില്ല, ചിലർക്ക് ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മുടെ കഴിവ് മാത്രമല്ല, അത് ദൈവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അത് ഓരോ കാലഘട്ടത്തിലും മെഡിസിൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് വന്ന ഒരു ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മെഡിസിനും കൊണ്ട് മാത്രം രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നവരുണ്ടാവും. അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ചിലപ്പോൾ അവരവരുടെ കഴിവിൽ, അവർ പഠിച്ച് അവരുടെ കഴിവിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതിലെല്ലാം ഒരു ദൈവിക കൈയില്ലാതെ ഒന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛാ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു, നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും ക്രിസ്ത്യാനിറ്റിയിലായാലും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു ലൈഫാണ് പൗരോഹിത്യ ജീവിതം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് യുവജനങ്ങൾക്ക് ചിലപ്പം അച്ഛനാവാനും കന്യാസ്ത്രീ ആവാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അവർ കാണുമ്പോൾ അച്ഛന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ഡൗട്ടാണ് ഈ ഒരു ലൈഫിലേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് അച്ഛന് എന്ത് സന്ദേശമാണ് പറയാനുള്ളത്? പുരോഹിതനാകുക എന്നുള്ളത് വലിയ ചലഞ്ചുള്ള കാലഘട്ടം തന്നെയാണിത്, പല കാരണങ്ങളാൽ. ഇപ്പോൾ നമ്മൾ ഒരു ആളോട് അച്ഛനാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇപ്പോൾ അച്ഛനായ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈവൻ ഞാൻ അച്ഛനാവാൻ പോന്നപ്പോഴും എന്നോട് പലരും പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്: എടാ, അച്ഛനാവാൻ പോയാൽ കയ്യിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ എല്ലാം നശിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് എന്നുള്ളതൊന്നും അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. മേ ബി കാര്യം ഒരുപാട് പേര് കല്ലെറിയുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഈ സെമിനാരി കാലഘട്ടത്തിലും ഞാൻ കണ്ട വ്യക്തികളും എല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, പുരോഹിതരെ ഒരുപാട് പേര് കല്ലെറിയുന്നു, സന്യസ്തരെ ഒരുപാട് പേര് കല്ലെറിയുന്നു. കല്ലെറിയുന്നതിൻ്റെ ഒരു കാരണം ഇന്നും പൗരോഹിത്യത്തിനും സന്യാസ ജീവിതത്തിനും വിലയുള്ളത് കൊണ്ടാണ്. വിലയില്ലാത്തൊന്നിന് കല്ലെറിയണ്ടല്ലോ. അപ്പോൾ വിലയുള്ളത് കൊണ്ടാണ് കല്ലെറിയുന്നത്. അപ്പം മാങ്ങയുള്ള മാവിലല്ലേ എറിയുള്ളൂ. അപ്പം ഇതിനും ഫലമുള്ളത് കൊണ്ടാണ് അവർ എറിയുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഈ ജീവിതം ജീവിക്കാനുള്ള ഏറ്റവും വലിയ ചലഞ്ച്, ഇത്രയും ഒരുപാട് പേര് കല്ലെറിയുമ്പോഴും ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചലഞ്ച്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൗരോഹിത്യത്തിന് എത്രയൊക്കെ കല്ലെറിഞ്ഞാലും, സന്യാസത്തിന് എത്രയൊക്കെ കല്ലെറിഞ്ഞാലും, ഇന്നും പുരോഹിതരെയും സന്യാസിതരെയും ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്, ഞാൻ എടപ്പള്ളി പള്ളിയിൽ ഉള്ള ഒരാളാണ്. എടപ്പള്ളി പള്ളിയിൽ ഞങ്ങൾക്ക് അവിടെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ ഒരുപാട് പേര് വരും. അപ്പോൾ നമ്മൾ അടിമ വെക്കാൻ നിൽക്കും. ഈ അടിമ വെക്കാനൊക്കെ നിൽക്കുമ്പം ചെവിയിൽ വന്ന് അവരവരുടെ ആവശ്യങ്ങൾ പറയും. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ആവശ്യമാണ്, അച്ഛാ, ആ പുള്ളി വന്ന് ഇറങ്ങിയത് ബെൻസ് കാറിലാണ്. പക്ഷെ ബെൻസ് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ചെവി പറഞ്ഞൊരു കാര്യമുണ്ട്: എനിക്ക് 5 കോടി കടമുണ്ട്. അപ്പം ഇപ്പോഴും ആ വ്യക്തിക്ക് എന്നോട് എന്തുകൊണ്ട് പറയാൻ തോന്നി? ഞാനൊരു അച്ഛനാവാൻ പോകുന്നത് കൊണ്ടാണ്, ഞാൻ ഈ ഉടുപ്പിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. എല്ലാവരോടും ആ വ്യക്തി അത് പറയില്ല, അതുകൊണ്ടാണല്ലോ രഹസ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നും അച്ഛന്മാരോടോ അല്ലെങ്കിൽ സന്യസ്തരോടോ മാത്രം പറയാൻ പറ്റുന്നതും വിശ്വസിച്ച് പറയാൻ പറ്റുന്നതും ആയ കാര്യങ്ങളുണ്ട്. ഇന്നും ആളുകൾക്കറിയാം, ഇവരോട് പറഞ്ഞാൽ ഇവർ പ്രാർത്ഥിക്കും, ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്നും പുരോഹിതരെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്, സന്യസ്തരെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിനും അല്ലെങ്കിൽ ഞങ്ങളുടെ ജീസസ് മിഷൻ ധ്യാനത്തിനും ഒക്കെ പോകുമ്പം, ഇപ്പം ജീസസ് മിഷൻ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ധ്യാനമാണ്. അപ്പം നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് ചില കുട്ടികൾ കരയും. അപ്പോൾ കരയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പം ഈവൺ അവരുടെ പേരൻസിനോട് പോലും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പുരോഹിതനോടോ ഒരു സിസ്റ്ററിനോടോ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്നും പുരോഹിതനും സന്യസ്തനും ഒരു വിലയുണ്ട്. പിന്നെ എന്തുകൊണ്ടെന്ന് വരാൻ പലരും മടിക്കുന്നു എന്ന് വെച്ചാൽ, പലരുടെയും ഒരു ചിന്താഗതി, ഒന്ന് ചിലപ്പോൾ മാതാപിതാക്കൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നു, സമൂഹം അവരെ നിരുത്സാഹപ്പെടുത്തുന്നു പല കാരണങ്ങളാൽ. പിന്നെ എല്ലാ വീട്ടിലും 1-2 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞാൽ പേരൻസിനെ ആരും നോക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതം തന്നെയാണ് അതിനൊരു എക്സാമ്പിൾ. എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ അപ്പനെ അമ്മനെ ആര് നോക്കും, അല്ലെങ്കിൽ അവർക്ക് അസുഖം. അതിനാണ് കൃത്യമായിട്ട് ദൈവം ഒരു കൊച്ചിനെ ഞാൻ പറഞ്ഞു എടപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അപ്പം ദൈവത്തിന് വേണ്ടി ഇറങ്ങി നമ്മൾ തിരിച്ചാൽ ദൈവം ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കും. കാര്യം ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞു പോകുന്നതാണ്, ആ വില ദൈവം ഉറപ്പായിട്ടും തരും. അപ്പം ഈ ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു അച്ഛനാവണം, എനിക്കൊരു സിസ്റ്റർ ആകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കെടുത്തിക്കളയരുത്. ആരോടെങ്കിലുമൊക്കെ പങ്കുവെച്ച് അതെന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വന്നു. അത് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും വരാം. ചിലപ്പോൾ 10ാം ക്ലാസ്സിലായിരിക്കാം വരുന്നത്, ചിലപ്പോൾ +2-ലായിരിക്കാം വരുന്നത്, ചിലപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോഴായിരിക്കും വരുന്നത്, ചിലപ്പോൾ കല്യാണം ആലോചിക്കുമ്പോഴായിരിക്കും എനിക്കിങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ ആ ചിന്ത വരുമ്പം അതൊരിക്കലും കെടുത്തിക്കളയാതെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അത് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ വളർത്തിയെടുക്കുക. കാര്യം ഇങ്ങനെ ഒരു ആഗ്രഹം വെറുതെ ആരുടെ മനസ്സിൽ വരുന്നില്ല, അത് ദൈവം തോന്നിപ്പിക്കുന്നതാണ്. പിന്നെ കാലത്തിനനുസരിച്ച് ആ ആഗ്രഹം വളർത്തിയെടുക്കുകയാണെങ്കിൽ ദൈവം അതിനുവേണ്ടി എല്ലാം ക്രമീകരിച്ച് തരും എന്നുള്ളതാണ്. ദൈവം ആ വ്യക്തിയെ വഴിതെറ്റിക്കാൻ സമ്മതിക്കില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹം ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് കളയരുത്, അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക. എത്രയൊക്കെ ആരൊക്കെ കല്ലെറിഞ്ഞാലും നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മളെ ആരും കല്ലെറിയില്ല. MBBSന്റെ അനന്ത സാധ്യതകൾ വിട്ട് ഒരു വൈദിക ജീവിതത്തിലേക്ക് ചുവടുവെച്ച അച്ഛൻ്റെ ജീവിതം ഈ ഒരു ജനറേഷനിലെ യുവജനങ്ങൾക്ക് വളരെയേറെ ഇൻസ്പിറേഷനാണ്. ഒരു ഏജോ ഒരു പ്രൊഫഷനോ വൈദിക സേവനത്തിന് തടസ്സമല്ല എന്ന് അച്ഛൻ്റെ ജീവിതം തെളിയിക്കുകയാണ്. ഇത്രയും നേരം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, ഒരുപാട് യുവജനങ്ങൾക്ക് ഇൻസ്പയർ ആവുന്ന അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളോടൊത്ത് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.